അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പായസം റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് സേമിയാണ് ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കളറ് ചേഞ്ചായി വരുന്നത് വരെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതായത് ഇവിടെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാല് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക. വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ പാലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇത് നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ടോഫിയാണ് കേട്ടോ. ഈ ഒരു ചെറിയ ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ കുക്കറിലിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ കുക്ക് ചെയ്തിട്ടെടുക്കുക. 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചൂടെല്ലാം മാറി പ്രഷറെല്ലാം പോയ ശേഷം മാത്രം ഇത് കുക്കറിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് എടുക്കുമ്പോൾ ഈ ഒരു ടോഫി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു ടിന്ന് ചെറിയ ടിന്നിലുള്ളത് മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടോഫി ചേർക്കുമ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മെൽറ്റായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ടെടുക്കണം. അപ്പോൾ സേമിയ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊരു 10 മിനിറ്റ് വെച്ച ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് വെച്ച ശേഷം കറക്റ്റായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളെ പായസം അവിടെ അടിപൊളിയായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പായസമാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്